ജാനിക്കുട്ടിയുടെ പാലിൽ അഴുക്ക് നമുക്ക് നോക്കട്ടെ ജാനിക്കുട്ടിക്ക് മേടിച്ച പുതിയ കോടയാണ്. ഈ മാമിയുടെ ഡ്രസ്സിന് ചേരില്ലേ? അടുത്ത മാസം നോക്കട്ടെ എങ്ങനെ ഉണ്ടോ. സമ്മതിക്കത്തില്ലായിരുന്നു ഇത്. നല്ല ചെരുപ്പാന്നല്ലോ. ഇത് മതി. ഇതാകുമ്പോ എളുപ്പമുണ്ടല്ലോ. എത്ര ദിവസത്തേക്കാ? എത്ര ദിവസത്തേക്കാ? ഇനി എന്താ കുഞ്ഞാന്റെ ചെരുപ്പ് എന്ത് ചെയ്യും? എത്ര ദിവസത്തേക്ക്? ഇതേ ഉള്ളു ഇനി. ഇപ്പൊ നിലവിലുണ്ടായിരുന്ന ചെരുപ്പിന്റെ അവസ്ഥ കണ്ടോണ്ട് ഞാൻ മേടിച്ചത്. ഇല്ല മേടിക്കത്തില്ല. കുഞ്ഞോടെ ചെരുപ്പ് വേണ്ടോ? കുഞ്ഞോടെ ചെരുപ്പ് കുഞ്ഞോടെ ഞാൻ കഴുകി വെച്ചേക്കുവായിരുന്നു. ക്രോക്സ്. കുഞ്ഞോടെ ക്രോക്സ്. അച്ചാച്ചിയുടെ കൂട്ട് ക്രോക്സ് ആണോ ഇടുന്നത്? അച്ചാച്ചിക്ക് ഉണ്ടല്ലോ ക്രോക്സ്. കുഞ്ഞോന്റെ ക്രോക്സ് എടുത്തപ്പോ കുഞ്ഞു ഓണെന്നോ? കുഞ്ഞോ പുതിയ ചെരുപ്പ് മേടിച്ചോടി. നിക്ക് ചേച്ചിക്ക് എടുക്കാവോ? ക്രോക്സ് മേടിച്ചോടി. ഒന്ന് വരുന്നു ഒട്ടും വരുന്നുണ്ട്. എന്റെ കുഞ്ഞോടെ ക്രോക്സ്. മാമി ഞാനും ഹരിപ്പാട്ട് വരുന്നു. കൊള്ളാം. സൂപ്പർ മാർക്കറ്റിൽ അയ്യോ ആ മുടിയൊന്ന് ജീവി കെട്ടി വെക്കല്ലേ. കൊള്ളാം. കളർ അടിച്ചു വെക്ക് കേട്ടോ. വാ വാ അതെടുക്കണം. വാ അതെടുക്കണോ അമ്മയ്ക്ക്? വാ പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവില്ലാതെ ഇന്നൊരു മുളക് ബജി കഴിച്ചു. മുളക് ബജി കയറിയായിരുന്നു. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസ് കാണും. ഫാമിലിയിൽ മെമ്പേഴ്സ് ആണോ എന്ന് അറിയത്തില്ല. വീഡിയോസ് കാണുന്ന കുറെ ആൾക്കാരെ കണ്ടു കേട്ടോ. ഞാൻ ഇന്ന് രാജൻ ടെക്സ്റ്റൈൽസിലൊന്ന് പോയി. പിന്നെ കൊച്ചുകൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ മോഡല് മെറ്റീരിയൽ എടുക്കാൻ പോയതാണ്. എന്തോ ക്രോപ്പ് ടോപ്പ് ഏതാണ്ടുണ്ടല്ലോ, വലിയ സ്കേർട്ടിന്റെ കൂടെ ഇടുന്ന ടോപ്പ്. അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവിടെ വെറുതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം രാജനി പോയപ്പം ആ മെറ്റീരിയൽ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോ അവൾക്കത് വാങ്ങിക്കണമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ പോയി. അപ്പം അവൾക്ക് മെറ്റീരിയൽ എടുത്തു, എനിക്കും എടുത്തിട്ടുണ്ട്. ഞാനത് സുചേച്ചിയെ കൊണ്ട് ടോപ്പ് തയ്പ്പിക്കാന്ന് കണ്ട് എടുത്തതാട്ടോ. എനിക്കറിയത്തില്ല, ഇനി എന്തായാലും മനസ്സ് മാറുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റും. പിന്നെ അത് ഞാൻ തയ്ച്ചിട്ട് എന്നെ പ്രിയങ്ങളെ കാണിക്കാം കേട്ടോ. തയ്ച്ച് കഴിഞ്ഞിട്ട് പ്രിയങ്ങളെ കാണിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പൊ അത് കാണിക്കുന്നത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അപ്പം എന്താണ്, പിന്നെ എനിക്കൊരു ബ്ലൗസ് പീസ് വേണമായിരുന്നു. ബ്ലൗസ് ഞാൻ പ്ലെയിൻ സാരിയാണ്. ഇപ്പോഴത്തെ ഒരു സാരി ഉണ്ടല്ലോ നമ്മുടെ ഈ സ്ട്രൈപ്പ് പോലെ ഇങ്ങനെ വരുന്ന, അതിന്റെ എന്തോ പേര് പറയും. അത് ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് മീറ്ററിന് 79 രൂപയാണ് നമുക്ക് അവിടെ റേറ്റ്. അപ്പൊ ഞാനത് എനിക്ക് അത്തരം സാരി ഇഷ്ടമാണ്, മെറ്റീരിയൽ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതിന്റെ സാരിക്കുള്ള 5.5 മീറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ബ്ലൗസ് പീസ് എടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയി. അപ്പം അവിടെ കയറിയപ്പോ എനിക്ക് അതിന് മാച്ചാവുന്ന ഈ പ്രിന്റഡ് മെറ്റീരിയൽ ചോദിച്ച കാലങ്കാരിയോ അല്ലെന്നുണ്ട് ഇപ്പോഴത്തെ ഉണ്ടല്ലോ അജ്രക്കിന്റെ പ്രിന്റ് ചെയ്തത്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാവുന്നതുകൊണ്ട് കൊണ്ടുപോയതാണ്. പക്ഷെ എനിക്ക് ആ കളർ കിട്ടിയില്ല. അപ്പൊ ചുരുക്കത്തില് ഞാൻ അതിനൊക്കെ വേണ്ടി ഞങ്ങൾ കയറിയ സമയത്ത്
നമ്മുടെ വീഡിയോസ് കാണുന്ന കുറെ പേരെ കണ്ടു കേട്ടോ. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും പേരൊക്കെ ചോദിച്ചു, പക്ഷെ എനിക്ക് സത്യത്തിൽ ഞാൻ മറന്നുപോയി. അപ്പം പന്തളം, പിന്നെ മൈലപ്ര, പിന്നെ വേറെ ഒരു സ്ഥലം പോടാ വേറൊരു സ്ഥലത്തുള്ള ഒരാളിനെ കൂടെ കണ്ടു, മറന്നുപോയ സ്ഥലപ്പേരും പെട്ടെന്ന് നമ്മൾ കണ്ട് നമ്മളോട് ഇങ്ങനെ സംസാരിക്കും. പിന്നെ നേരത്തെ ഒന്ന് കണ്ട് സംസാരിച്ചതാണ് ടീച്ചർമാരാണ് കേട്ടോ. അപ്പൊ അവരെ കണ്ടു, സംസാരിച്ചു. എല്ലാരും എന്റെ അടുക്ക വന്ന് മിണ്ടി കേട്ടോ. എനിക്ക് അതാണ് സന്തോഷം. അപ്പം പിന്നെ നമ്മുടെ അവിടെ തന്നെ സ്റ്റാഫ് പുള്ളിക്കാർ കുറെ നേരം കൊണ്ട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇവരെല്ലാം വന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോഴാണ് പറഞ്ഞ ചില വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, എവിടാ കണ്ടേന്ന് ഓർമ്മ വന്നില്ലെന്ന്. അപ്പം ഇന്നത്തെ ആ സന്തോഷത്തിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ എന്റെ കൂട്ടുകാരിയെ കണ്ടു, അതും ജിൻസി തന്നെ കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത്, നമ്മുടെ +2 പഠിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്തിരുന്ന് പഠിച്ചവരാണ്. അപ്പൊ ഞാൻ അവിടെ കൊച്ചുകൾക്ക് മെറ്റീരിയൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വന്ന് ഞങ്ങൾ ഒത്തിരി നാളിന് ശേഷമാണ് കാണുന്നത് കേട്ടോ. അപ്പൊ അതെല്ലാം ഇന്ന് സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോകാനും സെലക്ട് ചെയ്യാനും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് അതിന് കിട്ടുന്ന ഒരു ചാൻസും ഞാൻ മിസ്സാക്കത്തില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് കൊച്ചുകൾ ഇന്ന് പറഞ്ഞലാക്കി അവളെ കൊണ്ട് പോയി എടുത്ത്. ഇനി അത് നമ്മൾ ചിലപ്പോ ഓണത്തിന് സൂചേച്ചിയെ കാണാൻ പോകുന്നുണ്ട്. സൂചേച്ചിയുടെ അടുക്ക കൊണ്ടുപോയി നമുക്ക് അങ്ങ് തയ്പ്പിക്കണം. അപ്പം ഓണത്തിന് മോനുകൂട്ടന് 10 ദിവസം അവധിയുണ്ട്, അമ്മയ്ക്ക് 2 ദിവസം. അപ്പൊ ഒരു ദിവസം കൂടെ അജിയങ്കിളിനോട് ചോദിക്കണം. ചോദിച്ച് കിട്ടിയാൽ നമ്മള് അപ്പം ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അമ്മ അങ്ങോട്ട് വന്നില്ല. ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ കിടന്ന്, രാവിലെ അല്ലേ അമ്മയ്ക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകാനുള്ള പ്രയാസം കൊണ്ട് അമ്മ അവിടെ കിടക്കുക കേട്ടോ. അപ്പൊ ഞാന് ഇന്നൊരു വളരെ കുറച്ച് അന്ന് ചിക്കൻ വാങ്ങിച്ചതിന്റെ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് എടുക്കണം. പിന്നെ എന്താണ്, ഇപ്പം 7:30 ഞാൻ ഇച്ചിരി മാവ് കുഴച്ച് വെച്ചാൽ കൊള്ളാവുന്നൊക്കെ ഉണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ 2-3 പൊറോട്ട ഉണ്ടാക്കി നമുക്ക് ചിക്കനും വറുത്ത് കഴിക്കാവുന്ന ഓർത്താ കേട്ടോ. അപ്പൊ അമ്മ ഇങ്ങോട്ട് വന്നില്ല, ഇതൊക്കെ റെഡിയാക്കിയിട്ട് അമ്മയ്ക്കും കൂടി കൊണ്ട് കൊടുക്കണം. അപ്പൊ ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. അതിന്റെ നമുക്ക് മാവ് ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചാട്ടോ. അന്നേരം അത്രയും നേരം കൂടെ നമുക്ക് മാവ് റെസ്റ്റ് ചെയ്തിരുന്നോളുമല്ലോ. അപ്പൊ ഞാന് ഇപ്പൊ വരാട്ടോ. എളുപ്പം നാക്കാൻ വേണ്ടിട്ട് ഞാൻ കുക്കറിനകത്ത് അങ്ങോട്ട് വെച്ച് ഇച്ചിരി വെള്ളം പറ്റാനുണ്ട്. അപ്പൊ ഇഞ്ചിയൊക്കെ അങ്ങ് എടുക്കാം. അന്നേരം ഇഞ്ചി ഒന്നും ചേർക്കാൻ എളുപ്പം തന്നെ വെച്ചതാട്ടോ. ഇനിയും വേണം ഇഞ്ചി ചേർക്കാൻ. സാധാരണ ഞാൻ കുക്കറിനകത്ത് വെക്കുമ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് വെക്കുന്നത്. ഇനിയിപ്പോ അതൊന്നും ചെയ്തില്ല കേട്ടോ. ഇനിയിപ്പോ ഇത് വറക്കാനാണ്. ചുമ്മാ ഒരുപാട് ആവശ്യമായിട്ടൊന്നുമല്ല, കുറച്ചേ ഉള്ളൂ. 5-6 കഷ്ണേ ഉള്ളൂ ചിക്കന്. ഞാൻ അന്ന് അത് മാറ്റി വെച്ചിരുന്നെന്ന് വെച്ചാല് കുഞ്ഞിനപ്പം ഉണ്ടാക്കി വെള്ളക്കറി വെക്കണമെന്ന് വിചാരിച്ചു. വെള്ള ചിക്കൻ കറി ഇല്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും, അങ്ങനെ വെക്കണമെന്ന് വിചാരിച്ചു വെച്ചിരുന്നതാ. പക്ഷെ നടന്നു. ഇപ്പൊ ഇന്നിത് ഞാൻ ഇപ്പൊ എടുക്കുന്നതെന്ന് വെച്ചാല് നാളെ മുതല് നോയമ്പ് തുടങ്ങാം. ചിലപ്പോ നോയമ്പ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരോഗ്യം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ നോയമ്പെടുക്കും. അപ്പൊ പിന്നെ ഇതൊന്നും ഇവിടെ വെച്ചേക്കണ്ടെന്ന് വിചാരിച്ചാട്ടോ. ഉറപ്പൊന്നുമില്ല, ഞാനങ്ങ് പറഞ്ഞതാ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പം അത്യാവശ്യമായിട്ട് എടുക്കുന്നത്. അല്ലെ പിന്നെ നാളെ എടുത്താലും മതിയായിരുന്നല്ലോ. ഞാനിത് എളുപ്പം ചതച്ചോണ്ട് വരട്ടെ. ചതച്ചു. ഇനി ഇത് ഇച്ചിരി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളം പറ്റാനുണ്ട്, അതങ്ങോട്ട് വെച്ചതാട്ടോ. ഒരു സവാളയും 1 തക്കാളിയും ഈ 2 പീസ് തേങ്ങാക്കൊത്തിന് കേട്ടോ. അമ്മ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴത്തേക്ക് മോനിക്കുട്ടിന്റെ അങ്ങോട്ട് കൊടുത്തുവിടാനും പറഞ്ഞോണ്ട് ഞാനിങ്ങനെ പോരുന്നു. കുഞ്ഞോനും ജാനിക്കുട്ടിക്കും ഒക്കെ ഓണക്കോടി വാങ്ങണം. മുത്ത് വരുമ്പോ മുത്തിന്റെ ഒരു ഷർട്ടൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ അവര് അളവൊക്കെ എടുത്തിട്ടേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്ത് ഇതുവരെ കിട്ടിയില്ല. അപ്പൊ ഡെയിലി കൊണ്ടുപോകാൻ ഡ്രസ്സ് വേണമല്ലോ. ഞാനിവിടെ പോകാൻ നേരത്ത് 3 ഷർട്ട് പുതിയതായിട്ട് വാങ്ങിച്ചായിരുന്നു. 3 ആണെന്ന് തോന്നുന്നു. 3 ഷർട്ടാന്ന് തോന്നുന്നു പുതിയതായിട്ട് മേടിച്ച് കൊടുത്തു വിട്ടത്. അപ്പം അല്ലാതെ ഇവിടെ ഇരുന്നതൊക്കെയാ കൊണ്ടുപോയത്. അപ്പൊ വരുമ്പോ എനിക്ക് 2 ഷർട്ട് വേണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരമൊക്കെ നല്ല തിരക്കായിരിക്കും. വെള്ളമൊക്കെ പറ്റി.
നമുക്കിത് എളുപ്പം അങ്ങോട്ട് റെഡിയാക്കാം. അത് പറ്റി കേട്ടോ. എന്തുവാടാ എന്തുവാടാ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. പതിവായിട്ടുള്ള കിട്ടവട്ടങ്ങളൊന്നുമില്ല. നമ്മൾ എളുപ്പം അങ്ങ് വെക്കുക കേട്ടോ. എന്റെ മോനുകുട്ടനെ വിശപ്പ് കയറി എന്നെ ഇവിടെ കിടന്ന് വാ വെക്കും. മുത്ത് വിളിക്കുക കേട്ടോ. മുത്ത് വീഡിയോ കോൾ ചെയ്യും മോനുകുട്ടനോട്. ആ ഞാൻ പറഞ്ഞില്ലേ ബ്ലൗസ് പീസ് കിട്ടിയില്ലെന്ന്. ആ സാരി ഞാൻ കാണിക്കാം കേട്ടോ. ആ കളർ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടം ആ കളറ്. അപ്പൊ നമ്മള് എന്താ അങ്ങനെ ഒരിടയ്ക്ക് ഒരു ഫാഷൻ ഇല്ലായിരുന്നു. ഞാൻ ആ സാരിയും തുണിയായിട്ട് മേടിച്ചത്. തുണി കട്ട് ചെയ്ത് മേടിച്ചത് ബ്ലാക്ക് കളറ്. ഇതും അതുപോലെ സാരിയായിട്ട് മുറിച്ച് മേടിച്ചത് സാരിയുടെ നീളത്തില്. ചിക്കൻ ഞാൻ ഇതിനകത്തോട്ട് മാറ്റി കേട്ടോ വറക്കാൻ വേണ്ടി. റെഡിയായി. ഇനി ഉപ്പൊക്കെ നോക്കിയാൽ മതി. മോനിക്കോട്ടൻ അവിടെ ഒരു ഗ്രൂപ്പ് കോളിലാട്ടോ. ഞാൻ കാണിക്കാവേ. അവിടെ ഭയങ്കര ചർച്ചയാണ്. ഞാന് അവിടെ എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇനി പോകുന്നത് കേട്ടോ. അവർ വലിയ കാര്യമായിട്ടൊക്കെ സംസാരിക്കുവാണ്. പിന്നെ മാവ് പൊറോട്ടയ്ക്ക് മാവ് കഴിച്ചു വെച്ചിട്ടുണ്ട്. ചിക്കനും റെഡിയായി. എളുപ്പം 2 പൊറോട്ട ഉണ്ടാക്കി അമ്മയ്ക്കുള്ളത് കൊടുത്തു വിടാം. എന്നിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഇനി ഞാൻ ഇവിടൊക്കെ നമുക്ക് ഇവിടെ ഇത്രയും സ്പേസ് ആണ് നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ളത്. അതൊന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. കഴുകട്ടെ. ഇവിടെ പൊറോട്ടയും ചിക്കൻ വറുത്തയും. ഞാൻ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഞാൻ പറയത്തില്ല. അതിലോ ഇവിടെ പൊറോട്ടയും ചിക്കൻ വറുത്തതുവാ. അവിടെ ചെലവ് വന്നില്ലെങ്കിൽ പുതിയ മന്തിക്കട വാങ്ങിയിട്ടുണ്ട് 10 മിനിറ്റ്. അവിടെ പോയി കഴിക്കും. നമ്മുടെ പൊറോട്ട ഫ്ലോപ്പ് ആയി പോയി കേട്ടോ. അതുകൊണ്ട് ഞങ്ങള് വെറുതെ പരത്തി അങ്ങ് ഉണ്ടാക്കുവാണ്. മാവ് റെസ്റ്റ് ചെയ്ത സമയം കുറവായിരുന്നല്ലോ, അതുകൊണ്ടാട്ടോ. പിന്നെ അമ്മയ്ക്ക് ചിക്കൻ കൊടുത്തു വിട്ടു. ഇപ്പൊ നമ്മൾ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി അങ്ങ് കഴിക്കാന്ന് വിചാരിച്ച്. പൊറോട്ടയല്ല, ചപ്പാത്തി അല്ല, പക്ഷേ ട്രയാങ്കിൾ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ രാത്രിയിലത്തെ ഇന്നത്തെ ഭക്ഷണം. നമ്മള് വളരെ വൈകി പോയി. മുന്നേ പ്ലേറ്റിങ് എടുത്തേക്കളെ. അമ്മയുടെ പ്ലേറ്റ് ഇട. ഇത് അമ്മ എടുത്തോട്ടെ. ഇത് അമ്മ എടുക്കാം. പ്ലേറ്റ് ഉണ്ടോ? ഇത് ലാസ്റ്റ് ആട്ടോ. എല്ലാം ഉണ്ടാക്കിയില്ല. നമുക്ക് അത്യാവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. മോനുകുട്ടനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ശർക്കര, അമ്മയ്ക്ക് സ്ക്വയർ. സോഫ്റ്റ് ആണ്, നൈസാണ്, പക്ഷെ പൊറോട്ട അല്ല. അത്രേ ഉള്ളു വ്യത്യാസം കേട്ടോ. എന്നാ പിന്നെ ഞങ്ങള് കഴിക്കട്ടെ. അമ്മ എടുത്തോളൂ. മോനിടും. മോനുകുട്ടൻ എനിക്ക് വിളമ്പി വെച്ചിട്ട് പോയതാട്ടോ. അപ്പോ ഞാൻ 2 കഷ്ണം കൂടി എടുത്തു. അത് മാത്രമല്ല, എനിക്ക് ഇച്ചിരി തേങ്ങാക്കൊത്താണ്. ചിക്കനകത്ത് കഷ്ണത്തിനെക്കാട്ടിലും എനിക്കിഷ്ടം അതിനകത്തിടുന്ന തേങ്ങാക്കൊത്താട്ടോ. അപ്പൊ അതുകൂടി ഞാൻ എടുത്തേ. ഇന്നത്തെ അത്താഴം ഇതാണ്. ഫ്ലോപ്പ് ആയി പോയെങ്കിലും ഇത് സോഫ്റ്റ് ആണ് കേട്ടോ. സോഫ്റ്റും നൈസുമാണ്. നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. അപ്പോ
അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ, നമ്മുടെ ജീവിതാനുഭവങ്ങളും അങ്ങനെയൊക്കെയാണല്ലോ. ചിലതൊക്കെ നമ്മൾ ഫ്ലോപ്പ് ആയാലും നമ്മൾ അതിലൊക്കെ അങ്ങ് സന്തോഷം കണ്ടെത്തണം, അത്രയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനത്തോടിരിക്കുക. പ്രാർത്ഥനയിൽ ഓർക്കും. എൻ്റെ ചക്കര മുത്തുമണികളുടെ സ്നേഹത്തിന് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ കാണാം. നാളെ ഞായറാഴ്ചയാണ്, പള്ളിയിൽ പോകണമെന്നുള്ള ഉദ്ദേശത്തോടൊക്കെയാണ് കിടക്കുന്നത്. ദൈവം അനുവദിച്ചാൽ പോവും. പിന്നെ നമുക്ക് നാളെ കാണാം കേട്ടോ. ടാറ്റാ, ഓക്കെ, ബൈ, സി യു. മോനുകുട്ടിനോട് ചോദിക്കാം എങ്ങനെയുണ്ട് എന്ന് കേട്ടോ. കഴിച്ചോ? കൊള്ളാവോ മക്കളെ? എന്താ പൊന്നെ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്റെ ദൈവമേ, എന്തായാലും രുചിയുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം കേട്ടോ. കേട്ടോ, അമ്മ കഴിച്ചില്ല, അമ്മ കഴിക്കട്ടെ. കഴിച്ചു, ഇച്ചിരി കഴിച്ചപ്പോ നല്ല രുചിയൊക്കെ ഉണ്ട്. ആ, ചിക്കൻ കഴിച്ചില്ല, കഴിക്കട്ടെ. ആ, കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.